ഹായ് ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജസ്റ്റ് ഡെയിലി ഒബ്സർവേഷൻ മാത്രമാണ്. നമ്മൾ നേരെ പോവാണ്. നമ്മുടെ ജീപ്പുണ്ട്, പക്കുൻ്റെ ജീപ്പുണ്ട്. അപ്പം നമ്മൾ അർജുനെ വിളിച്ചിട്ടുണ്ട്. അർജുനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോയിൽ. അപ്പം നമ്മുടെ ഒരു കുട്ടി അനുജനാണ്. അപ്പം അവനെ കൂട്ടിക്കൊണ്ടാണ് ഇന്ന് പോകുന്നത്. തൂത്തനെ വിളിച്ചാലും തൂത്തം തന്നെ കോളേജിൽ പോയേക്കാണ്. അപ്പം എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പം നമ്മളിപ്പോൾ ഈ അർജുൻ്റെ വീട്ടിലെത്തി. ഇവിടെയാണോ അവൻ്റെ വീട്? ഞാൻ സത്യമായിട്ട് വലിച്ചോളൂ. ഊരേ പറ്റുള്ളൂ. നീ പിടിക്കുക വെച്ചോ, ഊരിക്കോ. ഇങ്ങോട്ടെ തിരി മാറ്റ്. കാണട്ടോ തന്നെ. നീ മാറ്റ്. എന്നാണ് തന്നെ പോകുന്നത് കാണും. ഇങ്ങോട്ട് നോക്കൂ. ലുക്ക്. ഓക്കെ, എന്നാ പിടിച്ചോ. റിവീൽ ചെയ്തു. അത് നമ്മുടെ ചാനലിൽ കൂടെ. അതെ ചാനലിൽ കൂടെ ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളവിടെ ഇപ്പം എത്ര ഡിഗ്രി ചൂടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ചൂട് എവിടെയാണെന്ന് നോക്കാം. അറിയാം, എല്ലാത്തിനും തന്നെ ഇപ്പം അറിയാവുന്ന കേസാണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട്. എന്നാലും നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ചൂട് എത്രയാണ് ചൂടെന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം. നമ്മളെങ്ങോട്ട് പോകുന്നു? ഇപ്പം പോകുന്ന കപ്പൂൻ്റെ വീട്ടിലോട്ട്. എന്നാ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നു.
കിടുക്കനായിട്ടുണ്ട്. തൊട്ടു അവൻ്റെ അടുത്തോട്ട് പോയിട്ട് ദേവോ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത് രക്ഷയില്ല. അടുത്ത പ്രമുഖ കട്ടിയുണ്ട്, പക്ഷെ ഒടിഞ്ഞൊന്നും പോകാനായിരിക്കും. എന്നാലും ഇതിങ്ങനെ മറ്റേ ഒരെണ്ണം വിള്ളൽ വന്ന് നോക്കുന്നുണ്ട്. വിള്ളൽ വന്നു പോയെ അതുപോലെ അതുകൊണ്ട് അതുപോലെ ഈ ഫൈബറിലാണ് വലിയ വലിഞ്ഞിരിക്കുന്നത്. സീനുള്ളത് സീനൊന്നുമില്ല. ഫ്രണ്ട് കട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഞങ്ങൾ പക്കുവിൻ്റെ അടുത്ത് വന്നു. ഇവിടുന്ന് എവിടെയോ വെള്ളത്തിൽ ചാടാൻ പോവാം. ഈ കുറേ നേരമായാലും മുഖം പൊത്തി നടക്കുന്നത്. ഇവനെ പിടിച്ചടാ പിടിച്ചടാ. തിരി 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 ഇൻസൈഡ് പറ. ദ എലിമിനേറ്റർ കിഡ്. അപ്പം എല്ലാവരും ഇവൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കണം. ഒറ്റ ഫോട്ടോ ഇല്ല ഇവൻ്റെ മുഖം കാണുന്നത്. ഇപ്പം ഇവനെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം മുഖം കാണാൻ വേണ്ടി ഒരവസരമാണ്. അപ്പം നമുക്ക് നേരെ ഇവിടെ പൂളി ചാടാൻ പോവാം. പൂളി ചാടാൻ വേണ്ടി പോകും. ഭയങ്കര സുഖമാണ്. നമ്മുടെ ഒക്ടോപ്പസ് മട്ടക്കേറ്റ് വെച്ചേക്കുന്നു. 2 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്ത് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത് അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇത് കൂട്ടാ ഫാം ഹൗസാണ്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടത്തേക്കാണ് പോകുന്നത്. നമ്മൾ 4 പേരെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് ചുമ്മാ പോകാം എന്നുള്ള പ്ലാൻ നിൽക്കുന്നു. പിന്നെ എവിടെയെങ്കിലും പരിസരത്തെല്ലാം വല്ല മലയോ കുന്നോ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം കയറാം. ഓക്കെ ഇതെടുക്കണോ? ബ്രോ അടുത്ത പ്ലാൻ അല്ലേ? ആ പ്ലാൻ അല്ല, ഫ്യൂച്ചർ പ്ലാൻ. ഫ്യൂച്ചർ പ്ലാൻ ആ എല്ലാവരും പോലെ അതൊക്കെ എത്ര ഉള്ളൂ? അടുത്ത വണ്ടി അപ്ഗ്രേഡ് ചെയ്യണോ? അത് ഇത് പ്ലാൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? പ്ലാനും കാര്യങ്ങൾ മാത്രം പോലെ കാശ് അതാണ് കാശിലായ കാര്യം. വാഹനമൊക്കെ ഒരുപാട് കാശാണ്.
അത്രേ ഉള്ളൂ. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നടത്താതെ പറ്റത്തില്ല. നടത്തും. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അതുപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കാണുന്ന പോലെ അല്ലല്ലോ നമ്മുടെ ലൈഫ്. എല്ലാവരും എങ്ങനെ തന്നെ ഇതൊന്നും അല്ല ജീവിതം. ഇതൊന്നും പറഞ്ഞാൽ വേറെ സംഭവമുണ്ട്. കുടുംബം ജീവിതം വേറെ. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ കാണിക്കുന്ന പോലെ അല്ല. ഇത് നമ്മൾ നമ്മുടെ നല്ലത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുന്നതും ഓഫ് റോഡ് കാര്യങ്ങൾ കാണിക്കുന്നത്, യൂട്യൂബിലാണെങ്കിലും ഇതൊക്കെ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരു ലൈഫുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടും അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ ബെറ്ററാവും. അതെ എന്നോട് എൻ്റെ ഇൻ്റർവ്യൂ ആണോ? അല്ല ഇപ്പം സത്യമായിട്ട് വ്ളോഗ് നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ എന്താ വണ്ടി എടുക്കണോ, കറങ്ങ നടക്കുന്നു. ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇത് മാത്രമല്ല കാണിക്കത്തുള്ളൂ. നമ്മൾ നല്ലത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഒരിക്കലും ഒരാൾ മോശം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരും കാണാൻ അത് ഇഷ്ടപ്പെടത്തില്ല. അല്ല എല്ലാവരും പോസിറ്റീവായിട്ട് ആ ഒരു രീതിയിൽ പോകാനേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളത് മാത്രമേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എന്താ നമുക്ക് പെട്ടെന്ന് എന്താ ഒരു ഓൾ ഇന്ത്യ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാൻ ലൈഫ് ആണെങ്കിലും ഇങ്ങനെ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പക്ഷെ നടക്കാത്ത വീഡിയോ പോലും ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും അല്ലേ? ഡെയിലി വ്ളോഗ് വേണോ അതോ ഇപ്പോൾ ഇട്ടോ വേണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയും ഒന്നും വേണ്ട നിർത്തി പോകാൻ പറയും. കഷ്ടപ്പെടുന്നുണ്ട്. ആശുപത്രി കൂടുതൽ ഇപ്പോൾ യൂട്യൂബിന് വേണ്ടിയാണെങ്കിലും ആശുപത്രി കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പൈസ ആണെങ്കിലും ഒരുപാട് മുടക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ റീച്ചോ കാര്യങ്ങളോ ഞാനും പ്രൊഫഷണലല്ല. ഞാനും ചുമ്മാ ആണെങ്കിലും ഒരു വർഷത്തിന് മുകളിൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായില്ല. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളില്ല. അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ട്രാക്ക് ഓടാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം. നമുക്ക് എന്താ ഒരിക്കലും അതൊരു പ്രൊഫഷനല്ല, എന്താ പാഷനാണ്. അല്ലെങ്കിൽ അതിന് ഈ പറയുന്ന പോലെ പൈസയും കാര്യങ്ങളൊക്കെ ഒരുപാട് വേണം. നമുക്ക് പാഷൻ മാത്രം വെച്ചോണെങ്കിൽ നമുക്ക് കാര്യമില്ല. പക്ഷേ ഒരു ദിവസം നമുക്ക് പറ്റും. എന്നൊക്കെയാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിവിടെ എത്തി. അതെ അതെ. എത്ര കിലോമീറ്റർ ഉണ്ട്? 4 കിലോമീറ്റർ ഉള്ളൂ. കട്ടപ്പന 5 കിലോമീറ്റർ. ഗൈസ് അതാണ് പൂളെന്നാണ് റെഡ് റൂസ്റ്റർ ചേട്ടൻ പറയുന്നത്. ആളുണ്ടോ? ആളില്ല. ഓ ഓക്കെ ഓക്കെ ഓക്കെ. കരാട്ടെ മീൻ വളർത്തുന്നല്ലേ? ആ പിന്നെ പിടിച്ചോട്ടുന്നല്ലേ? ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നേ? ഞാനും ആദ്യമായിട്ടായിരുന്നു. ഷൂവൊക്കെ ഇട്ടോണ്ടാവുന്നത് എല്ലാം വന്നല്ലേ? ബ്രോ മീൻ ബാ ഇറങ്ങ്. ഇതിനകത്ത് ഏതൊരു മീനുണ്ട്? അതിനെ ചുമ്മാ നമ്മളിങ്ങനെ തൊട്ടടുത്തോടെ എനിക്ക് ഒരു വെള്ള തീറ്റയിട്ട ഇപ്പോൾ മൊത്തം ഇവിടെ ആയിരിക്കും. ഞങ്ങൾ ആദ്യം നിന്നപ്പോൾ ഒക്കെ തീറ്റയൊക്കെ തന്നായിരുന്നു. ഞങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞു. സെറ്റപ്പാ. എനിക്ക് പേടിയാ, ഞാൻ കൊടുത്തില്ല. ഇതിന്റെ തീറ്റയാ. എല്ലാവരുടെ സന്തോഷത്തിനൊക്കെ ഡ്രസ്സൊന്നും വേണ്ടേ? ഡ്രസ്സൊന്നും വേണ്ടേ? ഇവിടെ എല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്തിട്ടുള്ളൂ. തുണിയൊന്നും വേണ്ടേ? തുണി വണ്ടിയിലാണ്. അപ്പോൾ എടുത്തുള്ളൂ. ഇവിടെ എനിക്കില്ല കേട്ടോ, എനിക്കില്ല, എൻ്റെ ഇല്ലേ. ഇപ്പം ഇവിടെ പാക്കേജ് അനുസരിച്ചാണ്. എടാ ക്യാമറ എടുത്ത് ചെയ്ത് ബാറ്ററി എടുത്തോണേ. ഇവിടെ
അത് ശരി. ഇവിടെ പാക്കേജ് അനുസരിച്ചും കണ്ടോ കേട്ടോ ഫുഡും കാര്യങ്ങൾ ചെയ്യുന്നത്. 10 സ്റ്റേ ആണ് ഇവിടെ വരുന്നത്. നല്ല വെള്ളം ഉണ്ടായിരുന്നാന്ന് തോന്നല്ലേ. അവിടെ വൈകിട്ടൊക്കെ പരിപാടി ഉണ്ട്, അടിപൊളിയാണ്. ഈ കല്യാണമൊക്കെ ഉണ്ടോ, വെഡിങ് വർക്ക് ഒക്കെ ഉണ്ട്. ശരി. കമാൻ ഗൈസ്, പാടാ ചുമ്മാ നോക്കട്ടെ. ഫിൽട്രേഷൻ പണം വരായിരിക്കും. എനിക്ക് മീനുള്ളതാണോ? അത് വലിയ മീനായിരിക്കും അല്ലേ? അല്ല നോക്കൂ, ഇതിനകത്ത് വലിയ മീനൊക്കെ ആയിരിക്കും അല്ലേ? നല്ല തണലോ, ഈ തണുപ്പുണ്ട് കേട്ടോ. ഫിൽട്രേഷൻ കഴിച്ചു. കൊട്ടവഞ്ചി ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കൊട്ടവഞ്ചിയൊക്കെ കിഴക്കരുത്. ഇവർക്ക് ഇൻസൈഡ് ഉള്ളതാണോ? അപ്പം ഇവരുടെ ഇൻസൈഡ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. കയറി പോവാം, പാടാ. നാണോ കേട്ടോ ദേവനെ. കിട്ടി. എനിക്ക് 16. നമ്മൾ നിന്ന് കൊള്ളാതല്ലേ? നിന്ന് കൊള്ളാന്ന് നിക്കറോട്ടുണ്ടോ മതിയായിരുന്നു. ഇറങ്ങി നോക്കി. അറിയത്തില്ലല്ലോ. ആ ആഴമില്ല, ഞാൻ വിട്ടു. ഇതോ അത് ചെറിയ ആള് അപ്പൊ ഞാൻ പറഞ്ഞു അടിപൊളിയാണ്. ഇന്നത്തെ നമുക്ക് ഇവിടെ La vista, esperanza, la vida. Shabadabadaba jampo lampo, shambagini manattu rampo rampo. Tapikidangand vanko vanko, tirumana sarangoru gangu gangu. വെട്ടിക്കുട്ടിയൊരു പാന്തോ കല്ലിപ്പണിഞ്ഞൊരുക്കിയ ബാങ് ബാങ്. കുടിച്ചെടുത്തവറാഗമാനം പണ്ടു മച്ചി മെച്ചതാണ് ഭാരം. കടലിളകണ രാത്താളം, മലയിളകണ വായ്ത്താളം. ചിരിനുരയണ തിരുകാലം, കുറിവനഞ്ഞതു പല കാലം. ചർച്ചയില് മണ്ണ് വെട്ടാ തുന്നി കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കായൽ ചേറ്റിയ നിന്നെ തപ്പിയ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയാ പോലും കീർക്കമാർക്ക് കിട്ടൂല. മുതല നിന്ന കുളത്തെ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. ചർച്ചയില് മണ്ണ് വെട്ടാ തുന്നി കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കായൽ ചേറ്റിയ നിന്നെ തപ്പിയ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയാ പോലും കീർക്കമാർക്ക് കിട്ടൂല. മുതല നിന്ന കുളത്തെ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. മച്ചാനെ മറക്കല്ലേ, മനുഷ്യ മരിച്ച മണ്ണല്ലേ, മനസ്സ് മുഴുവൻ പുണ്ണല്ലേ. ഞാൻ കരുണമയനല്ലേ, തരുന്ന മരണം മരമല്ലേ, പലരും ഇരുമ്പ് കരമല്ലേ, പുയല് തൊടാൻ മരമല്ലേ, പോരിൻ ഗുണമല്ലേ. പിടിച്ച പുളിയും കൊമ്പ് നോക്കി പിടിട, അടിച്ച കാട്ടുപുലി പോലെ ആടിട. നിനച്ച നീ നിനച്ചത മുടിട, ഒരിക്കലും മുന്നേ പിഴക്കാത്ത ഗടിട. അപ്പോൾ ഞങ്ങൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിക്കും. സ്ഥലത്ത് ചാടി അടിപൊളിയാണ് കേട്ടോ. നല്ല ആംബിയൻസ്, നല്ല വൈബാണ്. ഇവിടെ ഹോളായതുകൊണ്ട് എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളു. വേറെ എല്ലാം ഓക്കെയാണ്, പക്കയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ 10 സ്റ്റേ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പാക്കേജ് മിനിമം 5 പേരെങ്ങാണ്ട് വേണം. 2500 രൂപ കണ്ട പാക്കേജ്. അതിൻ്റെ അകത്ത് ലഞ്ച്,
ഡിന്നറ്, ബ്രേക്ക്ഫാസ്റ്റ്, വെൽക്കം ഡ്രിങ്ക്, പിന്നെ ടീയും സ്നാക്സും. ഇത്രയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ട് 2500 രൂപയ്ക്ക് 5 പേർക്ക് പുറത്താണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. എന്തായാലും വരണം നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഞങ്ങളിപ്പം ഇവിടെ പോവാണ്. കൊള്ളാം കേട്ടോ, അടിപൊളി ആംബിയൻസ്. താങ്ക്സ്. നമ്മളിവിടുന്ന് പോകുന്നു അല്ലേ? തിരികാത്തെ ജത്തിൽ ചങ്കിൽ പാത്തെ വന്നോരും വാങ്ങേ പോന്നോനും വാങ്ങേ വന്നോനും തീർന്നേ തിച്ചിരണ്ടായോൻ വാങ്ങേ തെളിവാനം കണ്ടേ അണിപോടത് കൊണ്ടേ അറവാതിൽ പണിയാനൊരു അരവാതിൽ കണ്ടേ പറയാനതിലുണ്ടേ എരിവേറിയതുണ്ടേ കിബിറാണത് പലതാണത് കിസയായ പരിപാടികൾ എന്തായാലും ഇനിയിപ്പോൾ അവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം കേട്ടോ. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നൈറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ ഒന്ന് വരണമെന്നുണ്ട്. വരും, എന്തായാലും വരും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരാതിന്റെ കാര്യം വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഒന്നാമത്തേത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഏരിയയുടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഓഫ് റോഡിങ് അല്ലേ. ഓഫ് റോഡിങ്ങിൽ ഇപ്പം മിക്കയിടത്തും മിക്ക സ്ഥലങ്ങളും എല്ലാ വണ്ടികളും പോയി എല്ലാവരും അറിഞ്ഞ സ്ഥലങ്ങളാണ് കൂടുതലും. പിന്നെ നമ്മളവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി കേസായി പോകുന്നുള്ളൂ. പിന്നെ ആരെങ്കിലും പോയിട്ട് കയറാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ ടാസ്ക് ഇട്ട് പോകും അതിൻ്റെ സെറ്റപ്പ്. അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണം പോകാം, കുഴപ്പമൊന്നുമില്ല. അത് നല്ല ടാസ്ക് വേണം, അത് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ അത്യാവശ്യം ടാസ്ക്കായി കിടക്കുന്നത് ഞാൻ നോക്കിയിട്ട് 4 വരെ ഉള്ളൂ. പക്ഷേ നമ്മൾ അന്ന് പോയ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, അതിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു എന്താ ടാസ്ക് എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നില്ല നമുക്ക്. നമ്മൾ നോർമലി പോകുന്നവരെ പോയി കൂളായിട്ട് കയറിപ്പോയി തിരിച്ചതുപോലെ ഇറങ്ങി. ആകെ തിരിച്ചിറങ്ങി വന്നപ്പം അവിടെ ടയർ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് വളവിലുള്ള ഒരു രാത്രി മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. വേറെ ഒരു രാത്രി കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നും കൂടെ പിന്നെ 4 വരെ പോകണമുണ്ട്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച നമ്മുടെ കില്ലർ പുള്ളിൽ നീലേണ്ട കല്യാണം ശനിയാഴ്ച. ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കട്ടെ. ഇല്ലെങ്കിൽ എല്ലാവരും കൂട്ടിയിട്ട് പോകാൻ ഓർക്കുന്നു. അന്ന് നമ്മുടെ മേജറിൻ്റെ 1 രൂപ കിടന്നപ്പോഴത്തേക്കാണ് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വരെ പോയി കയറി എന്തോ നടക്കുമ്പോൾ Chungil baate,
വെള്ളം ഉണ്ടായിരുന്ന അടിപൊളി വീഡിയോ എടുക്കാം. വിളിക്കാവേ. കട്ട് ചെയ്തേ. അപ്പോൾ പക്കുമൊക്കെ പോയി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയിട്ട് എന്തായാലും കഴിക്കണം, അതാണ് അത്യാവശ്യം. വെക്കുന്നില്ലടാ, വീട്ടിൽ പോകുന്നു, കഴിക്കുന്നു, ഇതിനെ കൊണ്ടുവരണം. അപ്പോൾ നമ്മളത് വീടൊക്കെ അറിയാം കേട്ടോ. ഇന്നത്തെ പരിപാടി ഇറക്കം ഉള്ളൂ. ചുമ്മാ ജസ്റ്റ് ഒരു വെറുതെ എടുത്തൊരു വീഡിയോ അല്ല, വലിയ കാര്യമുള്ള കാര്യമോ അല്ലാതെ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് അവിടെ പോയപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുള്ളൂ. എന്തായാലും ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്, സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ ഉള്ള വീഡിയോ നമുക്ക് പുറകിലിടാം. നമ്മൾ വീടെത്താറായി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ കാണിച്ചാൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.